നമുക്കിന്ന് നാടൻ കോഴി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ബിരിയാണിയുടെ റെസിപ്പിയാണ്, ഒരു നാടൻ ബിരിയാണി. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരി ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറ് വെക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാനിവിടെ ചോറ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ടാണല്ലോ നമ്മൾ സാധാരണയായിട്ട് വെള്ളം വെക്കാറുള്ളത്. അപ്പോൾ അതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതായത് 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 8 കപ്പിന് അടുത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പിലും കൂടി ആയതുകൊണ്ട് തന്നെ 8 കപ്പ് ഏകദേശം വേണ്ടി വരും. അതായത് നമുക്ക് വെന്ത് കിട്ടുന്നത് നമ്മൾ ഗ്യാസിൽ വെക്കുന്ന പോലെയല്ലല്ലോ, കുറച്ചുകൂടിയൊക്കെ നമ്മൾ വെള്ളം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ 8 കപ്പ് തന്നെ വെച്ചിട്ടുണ്ട് വെള്ളം. പിന്നെ നമ്മളിതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് നേരിട്ട് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. കൂടാതെ നമുക്ക് ഈ ഒരു ചോറിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ 6 kg ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ അരി വേവുന്ന സമയത്ത് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മുമ്പേ തന്നെ ഒന്ന് കഴുകിയിട്ട് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ തിളച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അരി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 80% വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ബാക്കി നമുക്ക് ദമ്മിടുന്ന സമയത്ത് വേവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു 3/4 വേവ് ആയാൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് അടുപ്പിലൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അലൂമിനിയത്തിൻ്റെ പാത്രം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം സവാള നന്നായിട്ടൊന്ന് പൊരിച്ചിട്ട് എടുക്കണം. നമുക്ക് ചോറ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായ സമയത്ത് അതിലേക്ക് ഒരു വലിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരാം. അങ്ങനെ നമ്മുടെ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി എണ്ണയൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യും വെളിച്ചെണ്ണയും എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നെയ്യ് 2 ടേബിൾ സ്പൂൺ നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു നല്ല വലുപ്പത്തിലുള്ള സവാള തന്നെയായിരുന്നു. അത് 3 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് വഴന്ന് കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, മല്ലിയില,
കറിവേപ്പില, അതുപോലെ തന്നെ പുതിന ഇതൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്, അത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളക് 4 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ബിരിയാണിയിലോട്ട് കൂടുതലായിട്ടും കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് പച്ചമുളക് കുറച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിയിലും പുതിനയിലും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊരു അരക്കപ്പോളുണ്ട് കേട്ടോ, രണ്ടും കൂടി അരക്കപ്പോളുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പിനടുത്ത് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് കുരുമുളക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സുർക്ക കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മൂടിക്ക് ഒരു മൂടി സുർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 ടീസ്പൂണോളം സുർക്ക ഒഴിച്ചു കൊടുത്താൽ മതി. ചെറുനാരങ്ങ നീരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം അതൊരു ചെറുനാരങ്ങയുടെ ഒരു മുറി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ചിക്കന് നേരത്തെ തന്നെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ വേവ് കുറച്ച് കൂടുതലായിരിക്കും നമ്മളുടെ സാധാരണ ചിക്കനേക്കാളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, അതായത് അത് വേവിച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ കുറച്ച് വേവ് അധികം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പം ചിക്കന് ഹാഫ് വേവ് വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി നമ്മുടെ ഈ ഒരു മസാലയിൽ കിടന്നിട്ട് വേവാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതലൊന്നുമില്ല കേട്ടോ, നമ്മളത് വെന്ത് വരുന്ന സമയത്ത് നന്നായിട്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം അടിയിലുണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ, എങ്കിലും നമ്മൾ ദമ്മിടുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ്റെ സ്മെല്ലും ആ ഒരു മസാലയൊക്കെ നമ്മുടെ അരിയിലോട്ടും ഒന്ന് പിടിക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ദമ്മിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറൊന്ന് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ലെയറായിട്ടാണ് ഞാനൊന്ന് ദമ്മിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കുറച്ച് ചോറ് ഈ ഒരു മസാലയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കുറച്ചൊന്ന് വെതറി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ രണ്ടാമത് റൈസ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ ആ ഒരു പ്രോസസ്സ് തന്നെ ചെയ്തേക്കാണ്. കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ചോറൊക്കെ മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്യും മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 20 to 25 മിനിറ്റ് വരെ ഒന്ന് ദമ്മിട്ട് വെക്കാം. അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ കനലൊന്ന് ഇതിൻ്റെ മുകളിലായിട്ടും താഴെയായിട്ടും ഒന്ന് ഇട്ട് കൊടുക്കണം. കൂടുതലായിട്ട് അടിഭാഗത്ത് കനലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മസാലയൊക്കെ ഒന്ന് അടിക്ക് പിടിക്കും. അപ്പം നമ്മൾ കനൽ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. കനൽ കുറച്ചെടുത്തിട്ട് ഇതുപോലെ മുകൾ ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം എന്തെങ്കിലും വെയിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുക.
ഇങ്ങനെ ഒരു 20 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നാടൻ കോഴിയൊക്കെ നമ്മൾ കയ്യിലുണ്ടാകുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള കോഴി അറുത്ത സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ബിരിയാണി ആയിരുന്നു. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്